ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സഹയാത്രികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വാരണാസിയിലാണ് സെക്കൻഡ് ഡേ. ഇന്നലെ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇനിയിപ്പോൾ രാവിലെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. രാത്രി ഇവിടുന്ന് കഴിച്ച ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു ക്യാരറ്റും ബീൻസുമാണ് അവർ സാധാരണ ഇടല്. അപ്പോൾ അതിൽ ക്യാരറ്റ് കഴിഞ്ഞു പോയി, രാത്രി അതിന് അവർ ക്ലോസ് ചെയ്യുന്ന ടൈം ഞങ്ങൾ പോയി. അതുകൊണ്ട് അതിന് പകരം പുതിനയില ഇട്ടിട്ട് തന്നാൽ മതിയെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. ഇനി പോയി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിച്ചപ്പോഴത്തേക്കും സെറ്റായി. ആദർശിന് ലസ്സി വേണമെന്ന് പറഞ്ഞു. എന്തെണ്ടാ വാരണാസി നല്ല പീസ്ഫുൾ മൈൻഡാണ്. ഇവിടെ ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഞങ്ങളധികം സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ആ മറ്റേ എന്താ പറയുക ഗട്ടിൽ പോയി ഇരിക്കും, റിലാക്സ് ആവും, റൂമിൽ വന്നിട്ട് സൈഡാവും. ഇതൊക്കെയാണ് നല്ല എന്താ പറയുക, നല്ല വൈബ്, നല്ല റിലാക്സേഷൻ മൂഡാണ്. അതാണ് പിന്നെ അധികം ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്തത്. ഫുൾ വെജാണ്. ഇവിടുന്ന് മോമോസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. 3 ടൈപ്പ് മോമോസാണ്. ഒന്ന് വെജ്, ഒന്ന് പനീർ, സോയ. അപ്പം 3ഉം 40-ന് 12 കിട്ടുന്ന പറഞ്ഞത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഡിന്നർ അതാണ്. വെജും സോയയും വാങ്ങി. വെജ് റോജ കഴിച്ചു നോക്ക്. ചൂടാ, ഊതി ഊതി കുടിക്കടാ, അല്ല ഊതി ഊതി കഴിക്കടാ. എന്നുണ്ട് തീ പോകുന്നുണ്ടോ? ഇല്ല, അത് വെജ് തന്നെയല്ലേ. എന്താ വെജാണെന്ന് തോന്നുന്നില്ല. സോയ മോമോസ്. ഇതാണ് വെജ്, ഇതാണ് സോയ. ഓക്കെ, മാറിപ്പോയി. ഞങ്ങൾ നേരത്തെ കഴിച്ചത് സോയ. വെജ് വെജ് എങ്ങനെയുണ്ട്? ഞാനിതുവരെ ചിക്കൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. മോമോസ് അപ്പോൾ വെജ് മോമോസ്. സംഭവം പറ്റിപ്പോയെന്ന് ചോദിച്ചാൽ വ്ളോഗൊന്നും ഇല്ലാണ്ടിരുന്നത്. ബീഹാറിൽ തന്നെ ഞങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ ഫുഡിൻ്റെത് നല്ല ഫുഡൊന്നും ആയിരുന്നില്ല കിട്ടിക്കൊണ്ടിരുന്നത്. എല്ലാം ഓവർ മസാലയിലായി. അപ്പോൾ ഞങ്ങൾ വാരണാസി, ഞങ്ങൾ UP കംപ്ലീറ്റ് ചെയ്തിട്ട് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വഴി നാട്ടിലേക്ക് വരാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ വാരണാസി എത്തിയപ്പോഴത്തേക്കിൽ ഈ സാധനം കൂടി. ഞങ്ങൾ എല്ലാ ദിവസവും വ്ളോഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ലുണ്ടായില്ല. കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മീൻസ് എന്താ പറയുക, ഒരു പറ്റുന്നുണ്ടായിട്ടില്ല. റൂമിൽ തന്നെ അടച്ചിരിപ്പായിരുന്നു. ചുമയുണ്ടായിരുന്നു, പനി കൂടി, ഭയങ്കര കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം വാരണാസിയിൽ നിന്ന് ഞങ്ങൾ
ഇനി അവിടെ, കാരണം അവിടെ റൂമിൻ്റെ ചിലവ് കൂടിക്കൊണ്ട് നിൽക്കുന്നു. കാരണം ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിലവ് കൂടിക്കൂടി നിന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയ മുതൽ ഞങ്ങൾക്ക് മനസ്സിലായി പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രോപ്പർ റെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് നോക്കിയപ്പം ഡയറക്റ്റ് നാട്ടിലേക്ക് ഒരു ട്രെയിനും കാണിക്കുന്നില്ല. ഞങ്ങൾ നേരെ അഹമ്മദാബാദിലേക്ക് വന്നു. അവിടെ റോജൻ്റെ ചേട്ടനുണ്ട്. ഇനി അവിടുന്ന് നാട്ടിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പോകണം. ഒന്ന് കംപ്ലീറ്റ് ഈ ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾക്ക് ഇനി പോകുന്നത് ഛത്തീസ്ഗഡും അതൊക്കെ ഞങ്ങൾ തൽക്കാലം സ്കിപ്പ് ചെയ്തു. ഞങ്ങൾ ഇനി ഡയറക്റ്റ് ന്യൂഡൽഹി ഹിമാചലാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഹിമാചൽ ഇപ്പം കയറി കഴിഞ്ഞാൽ ന്യൂമോണിയ വരാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് മാറുന്നവരെ നാട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാനാണ് ഇപ്പം തീരുമാനം. നാട്ടിലേക്ക് വരുന്ന കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല, സർപ്രൈസാണ്. വീട്ടിലെ ഫുഡെല്ലാം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. സൺഡേ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായില്ല. ട്രെയിനില്ല. ഇന്ന് ഞങ്ങൾ വാരണാസിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ട്രെയിന് വന്നു. ഞാൻ ലിറ്ററലി അതിൻ്റെ തറയിലിരിക്കുമായിരുന്നു. ഈറ്റുകൾ രണ്ടെണ്ണം മുകളിൽ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അമ്മാതിരി അവസ്ഥയായിരുന്നു. അതൊന്നും ഓർക്കാൻ വയ്യ. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇവൻ്റെ ചേട്ടൻ നല്ല ചൂട് കഞ്ഞിയും പയറും ചെമ്മീൻ അച്ചാറും ഒക്കെ തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ എത്ര ടൈം ഉണ്ടാവുന്നല്ല, മിക്കവാറും നാട്ടിലെത്തുന്നവർ ഈ ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇത്ര ഡിലേ ആവുന്നത്. ഇനിയിപ്പം നാട്ടിലെത്തിയിട്ട് വീഡിയോസ് എഡിറ്റിങ്ങും അപ്ലോഡൊക്കെ മിക്കവാറും ഉണ്ടാവുള്ളൂ. ഇതാ റോജൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. റൂമിലെത്തി വിശദമായിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ശേഷം നല്ല കഞ്ഞിയും പയറും അതും ഇത് അമ്മച്ചിയുടെ സ്പെഷ്യൽ മീനച്ചാറാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. കിട്ടിക്കഴിഞ്ഞിട്ടല്ലോ. ഞാൻ അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടി. എവിടെയാടാ ഗായ്സ്? ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എവിടെയില്ലേ? കണ്ണൂര് എത്തി. എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വാരണാസിയിൽ നിന്ന് ഫുഡ് എന്താ പറയുക ഓക്കെ ആയിരുന്നു. ഫുള്ള് വെജിറ്റേറിയൻ ഫുഡായിരുന്നു. പക്ഷെ അവർ ആ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ടേസ്റ്റോ എന്തോ അത് പിടിക്കുന്നില്ല. അപ്പോൾ ലിറ്ററലി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയായി. ചെറിയ ചെറിയ ലൈറ്റ് ഫുഡ് മാത്രം കഴിച്ചു. അതിൽ ഒരു ദിവസം 24 hours കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും തന്നെ പുറത്തിറങ്ങുമ്പോൾ വീഡിയോ എടുക്കണം വിചാരിക്കും. പക്ഷേ ബോഡി ഭയങ്കര വീക്കാവും, ആകെ ടയേർഡാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വാരണാസി 2-3 തവണ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കണ്ടൻറ്റും ഉണ്ടായിട്ടില്ല. ഫുള്ള് സൈഡായിട്ടൊരു എനർജി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വാരണാസി വിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മടുത്തു. മീൻസ് ബോഡി ആകെ വീക്കായി. ലിറ്ററലി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. വെസ്റ്റ് ബംഗാൾ മുതലുണ്ടായ ആ കഫക്കെട്ട്, ചുമ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആയി. അപ്പം ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ഞങ്ങൾ നേരെ അഹമ്മദാബാദിൽ പോയി. അവിടെ റോജൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ നിന്നൊക്കെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഓരോ തവണയും എന്തെങ്കിലും ആയിട്ട് വന്ന് മുടക്കം വരുമായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ഞങ്ങൾ 3 ദിവസം 2 ദിവസം ഞങ്ങൾക്ക് പുള്ളിക്കാരൻ നല്ല ചോറും കറിയും കഞ്ഞിയും പയറും എല്ലാം വെച്ച് തന്നു. നാട്ടിലെ നല്ല മീനച്ചാറെല്ലാം കൂട്ടി ഒന്ന് ഉഷാറായി. അവിടുന്ന് നേരെ ട്രെയിനിൽ. ഈ ട്രെയിന് എൻ്റെ ഇതുവരെ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ട്രെയിനാണ്. ഒരു ഉച്ച ടൈമെല്ലാകുമ്പോൾ ലേറ്റാവും, ഒരു 3-4 മണിക്കൂർ ലേറ്റാവും. രാവിലെ നമ്മുടെ ആ ടൈം മൊത്തം ഓടി പിടിച്ച് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഓൺ ടൈമിൽ ട്രെയിന്. ഇനി ഇവിടെ നേരെ വീട്ടിൽ പോകണം. ആദ്യം സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക്. ബട്ട് ചില ടെക്നിക്കൽ റീസൺ കൊണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞു നിന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണമോ അതേപോലെ ഒന്നും കിട്ടില്ല. വൈകുന്നേരം വരെ വീട്ടിലെ പുറത്ത് നിൽക്കും എന്ന് മനസ്സിലായതുകൊണ്ട് സർപ്രൈസ് എല്ലാം പൊളിച്ച് അമ്മ ഞാൻ ഇന്ന് വീട്ടിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു.
ഇപ്പം 5 മണിയായി. നേരെ ബസ് കയറി പറശ്ശിനി പോകണം. റോജൻ എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ബാക്കി കാര്യം വീട്ടിലെത്തിയിട്ട് പറയാം. ട്രിപ്പ് നിർത്തിയിട്ട് വന്നതല്ല, കണ്ടിന്യൂ ചെയ്യും. മാക്സിമം 1 വീക്ക് അല്ലെ 1.5 വീക്ക്. ഗായ്സ് അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. അമ്മ ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാതിരിക്കുന്ന ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അമ്മ നല്ല പുട്ടും കടലക്കറിയും വെച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്.